തീരെ കോൺഫിഡൻസ് ഇല്ലാത്ത ഒരു വ്യക്തിയാണോ നിങ്ങൾ? ഒട്ടും കോൺഫിഡൻറ്റ് തോന്നില്ലേ? എന്നാൽ ഈ വീഡിയോ കാണൂ. ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 കാര്യങ്ങളാണ്. കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കോൺഫിഡൻസ് നല്ല രീതിയിൽ തന്നെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഏതൊക്കെയാണെന്ന് നോക്കാം. സെൽഫ് കെയർ പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ നമ്മളെ തന്നെ ഇഷ്ടപ്പെടുക. ഇത് നമ്മുടെ കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യും. പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വരില്ല, പക്ഷേ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം തന്നെയാണ്. ഇതിനെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നമ്മളെ തന്നെ ഇഷ്ടപ്പെടാനായി ശ്രമിക്കുക. നമ്മുടെ ബോഡിയെ ടേക്ക് കെയർ ചെയ്യുക, നമ്മുടെ സ്കിന്നിനെ ടേക്ക് കെയർ ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ മുടി ഒക്കെ നമ്മൾ നല്ല രീതിയിൽ തന്നെ ടേക്ക് കെയർ ചെയ്യുക. ചില ആൾക്കാർ വണ്ടിയൊക്കെ നമ്മൾ നോക്കുന്നത് കണ്ടിട്ടുണ്ട്. വണ്ടി എവിടെയെങ്കിലും തട്ടുകയോ ഉരസുകയോ ചെയ്താൽ തന്നെ അവിടെ പൊടി തട്ടുക, കഴുകുക നിരന്തരമായി, അങ്ങനെ നല്ല രീതിയിൽ തന്നെ കൊണ്ട് നടക്കുക. അതുപോലെ നമ്മൾ നമ്മളെ കൊണ്ട് നടക്കുക. നമ്മൾ കൃത്യമായ രീതിയിൽ സ്കിൻ കെയർ ചെയ്യുക, ജിമ്മിലും മറ്റും പോയി ബോഡി കൃത്യമായ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക, ഷേപ്പായി കൊണ്ട് നടക്കുക. ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ കോൺഫിഡൻസ് ലെവൽ വളരെയധികം കൂട്ടും. കാരണം നമുക്ക് നമ്മളോട് തന്നെ ഒരു ഇഷ്ടമുണ്ടായാൽ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ വളരെയധികം കൂടുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. സറൗണ്ട് യുവർ സെൽഫ് വിത്ത് പോസിറ്റിവിറ്റി. നല്ല ആൾക്കാരുമൊത്ത് സമയം ചിലവഴിക്കുക, ഗുഡ് ഫ്രണ്ട്സിനെ ഉണ്ടാക്കിയെടുക്കുക, നെഗറ്റീവായ ആൾക്കാരെ ലൈഫിൽ നിന്നും മാറ്റി നിർത്തുക, അവരെപ്പറ്റി ചിന്തിക്കാതിരിക്കുക. ഇത് നമ്മുടെ കോൺഫിഡൻസ് വളരെയധികം കൂട്ടും. നമ്മൾ നെഗറ്റീവ് ആൾക്കാരുടെ കൂടെ എപ്പോഴും ടൈം സ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ പോസിറ്റിവിറ്റിയും അതുപോലെ തന്നെ കോൺഫിഡൻസും ഒക്കെ ബാധിക്കും. അവർ എപ്പോഴും നമ്മുടെ കുറവുകളെ പറ്റിയും അതുപോലെ തന്നെ നമ്മളെ താഴ്ത്തിയൊക്കെ ആയിരിക്കും സംസാരിക്കുക. ഇത് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ കോൺഫിഡൻസ് ലെവലെ നല്ല രീതിയിൽ തന്നെ ബാധിക്കും. അതിന് പകരം നമ്മൾ നല്ല രീതിയിലുള്ള ആൾക്കാരെ, ഗുഡ് ഫ്രണ്ട്സിനൊക്കെ ഉണ്ടാക്കിയെടുക്കുക. നല്ല മോട്ടിവേറ്റഡ് ആയിട്ടുള്ള വലിയ വലിയ ഡ്രീംസിനെ പറ്റി സംസാരിക്കുന്ന അത്തരത്തിലുള്ള ആൾക്കാരുമായി കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക. നെഗറ്റീവായ പീപ്പിളിനെ അവോയ്ഡ് ചെയ്ത് നിർത്തുക. അവോയ്ഡ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. നല്ല ആൾക്കാരുമൊത്ത് സമയം ചിലവഴിക്കുക, അവരുമൊത്ത് നല്ല കാര്യങ്ങൾ സംസാരിക്കുക. ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ കോൺഫിഡൻസിനെ നല്ല രീതിയിൽ തന്നെ ബൂസ്റ്റ് ചെയ്യും. ഫോക്കസ് ഓൺ സ്ട്രെങ്ത്. നിങ്ങളുടെ സ്ട്രെങ്ത്തിലേക്ക് നോക്കുക. നിങ്ങളെ ലൈഫിൽ നടന്ന നല്ല കാര്യങ്ങളെപ്പറ്റി ആലോചിക്കുക. എപ്പോഴും അങ്ങനെ ആയിരിക്കുക ചെയ്യുക. നിങ്ങൾക്കുള്ള പല നല്ല സ്കിൽസിനെ പറ്റി അഭിമാനം കൊള്ളുക. ഉദാഹരണത്തിന് ഇപ്പം നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടാകും, അല്ലെങ്കിൽ നല്ല രീതിയിൽ ചിത്രം വരയ്ക്കാൻ അറിയണ്ടാവും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും ചിന്തിക്കുക, അല്ലാതെ ഇല്ലാത്തതിനെ പറ്റി ചിന്തിക്കരുത്. ഇങ്ങനെ ഇല്ലാത്ത കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസിനെ അത് നല്ല രീതിയിൽ ബാധിക്കും. എപ്പോഴും നമുക്കുള്ള കാര്യത്തെപ്പറ്റി ആലോചിച്ച് നമ്മുടെ സ്ട്രെങ്ത്തിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുക. ആ കാര്യങ്ങളെപ്പറ്റി ആലോചിച്ച് അഭിമാനം കൊള്ളുക. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഉള്ള കാര്യത്തോട് നമ്മൾ എപ്പോഴും എന്താ പറയുക, സന്തോഷമുള്ളവരായി ജീവിക്കാനായി ശ്രമിക്കുക. ഇല്ലാത്തതിനെ പറ്റി ആലോചിച്ച് സങ്കടപ്പെടുന്ന ഒരാൾക്ക് ഒരിക്കലും ഒരു കോൺഫിഡൻറ്റ് വ്യക്തിയായി ജീവിക്കാൻ വേണ്ടി സാധിക്കില്ല. അതുകൊണ്ട് ഇക്കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കോൺഫിഡൻസ് നല്ല രീതിയിൽ തന്നെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. മറ്റൊരു നല്ല വിഷയവുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.